അന്തരിച്ച നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു കഴിഞ്ഞ ദിവസമാണ് താൻ വീണ്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന കാര്യം പരസ്യമായി പറഞ്ഞത്. പങ്കാളിയുടെ കാര്യത്തിൽ തനിക്കുള്ള കണ്ടീഷനും രേണു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ രേണുവിന്റെ പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലെ കുറച്ചും താരങ്ങൾ ഇപ്പോഴത്തെ ലൈഫിനെ കുറിച്ചും വിലയിരുത്തി മുൻ ബിഗ് ബോസ് താരവും മത്സരാർത്ഥിയുമായ സായകൃഷ്ണ പങ്കുവച്ച വീഡിയോയാണ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുന്നത്. ഒരു കൂട്ട് വേണമെന്ന് തോന്നി തുടങ്ങിയാൽ രേണു കല്യാണം കഴിക്കണമെന്നാണ് സായ് പറയുന്നത്. ഇപ്പോഴത്തെ വിഷയം രേണു തനി കല്യാണം, കാമുകൻ, അവിഹിതം എന്നൊക്കെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താൻ ഇതുമായി ബന്ധപ്പെട്ട റീലുകൾ കാണാൻ തുടങ്ങിയിട്ട്. രേണു ആണെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് കൂടുതൽ എരികേറ്റി തരത്തിൽ റീൽസും പോസ്റ്റും സംസാരവും എല്ലാം നടത്തുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം അവർ ഒരു സ്റ്റോറി പങ്കുവച്ചിരുന്നു. ഒറ്റയ്ക്ക് ജീവിച്ചു മടുത്തു. എന്നെ മനസ്സിലാക്കുന്ന, എന്നെ നോക്കുന്ന, എന്റെ മക്കളെ സ്നേഹിക്കുന്ന ഒരാളെ വേണമെന്ന് തോന്നി തുടങ്ങി. ഒരു കൂട്ട് വേണമെന്ന് മനസ്സ് ആഗ്രഹിക്കുന്നു എന്നാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവച്ചത്. സുധി എന്നത് ഒരു പേരും ഓർമ്മയും മാത്രമാണ് ഇപ്പോൾ രേണുവിന്. എല്ലാവർക്കും അത് അറിയാം. സുധിയും ഫേമിനെയും ഇപ്പോൾ രേണു എന്ന പേരുമുണ്ട്. സുധി എന്ന സെന്റിമെന്റ് രേണുവിന്റെ നിന്നും പോയിട്ടുണ്ട്. യഥാർത്ഥ ജീവിതത്തിൽ നല്ലൊരു ഗെയിമറാണ് രേണു. ഒരു ഗാംബ്ലിംഗ് ഗെയിമാണ് അവർ കളിക്കുന്നത്. രേണു കല്യാണം കഴിക്കുന്നു എന്നാണ് എന്റെ അഭിപ്രായം. യങ് ലേഡിയാണ് അവർ. കാമുകനുണ്ടോ? മുസ്ലിമിനെ കല്യാണം കഴിക്കുമോ തുടങ്ങിയ കോണ്ടന്റ് കൊടുത്ത് നടക്കുന്നതിലും നല്ലത് രേണു കല്യാണം കഴിക്കുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്ന എല്ലാം തന്നെ രേണുവിന്റെ ഭാവിയിൽ ഭാരമായി തോന്നും. രേണു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഒരു അനിയൻ എന്ന നിലയിൽ ഞാൻ ചേർത്ത് പിടിച്ച് താലിയെടുത്ത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ആദ്യം ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമായിരുന്നു രേണു വൈറലായത്. പിന്നീട് പ്രതീക്ഷ വന്നു. ഇപ്പോൾ അക്ഷയ് എന്ന ഒരു ചെക്കൻ വന്നിട്ടുണ്ട്. ഇതോടെ രേണു വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഡബിൾ മീനിങ് വെച്ചുള്ള മറുപടികളാണ് രേണു നൽകുന്നത്. ഏറെയും രേണുവിന് ഒപ്പമുണ്ടായിട്ടും ആ ഡബിൾ മീനിങ് സംസാരം അലർന്നു നിൽക്കുന്നത് എനിക്ക് തോന്നിയിട്ടുമുണ്ട്. മക്കളാണെങ്കിൽ രേണുവിന്റെ മാതാപിതാക്കളെയും സഹോദരിയും എല്ലാം അങ്ങനെയാണ് പെരുമാറുന്നത്. അവൾ എന്തും പറഞ്ഞോട്ടെ, അവർ എന്ത് ചെയ്താലും അവർക്കും കുഴപ്പമില്ല എന്ന തരത്തിലാണ് അവരുടെയും പെരുമാറ്റം. കല്യാണം കഴിച്ച രേണുവിന് വലിയ തിരിച്ചടികൾ മുൻപ് പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നേടും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നുമാണ് സായകൃഷ്ണയുടെയും അഭിപ്രായം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.